ശ്രീ ജോർജ് ജോസഫ്, എന്തായാലും ഇപ്പോൾ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നുണ്ട്. ഒപ്പം ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുന്നു. കേരളം ഉറ്റുനോക്കുന്ന ഒരു ശിക്ഷാവിധി പ്രസ്താവമായിരിക്കും അത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാളെപ്പോലൊരു കൊലയാളി പുറത്തിറങ്ങി നടന്നാൽ തന്നെ അത് എത്രത്തോളം ആപത്താണ് എന്നുള്ളത് ഈ ഇരട്ടക്കൊലക്കേസ് തന്നെ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? നമുക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം ഇങ്ങനെയുള്ള കേസിനല്ലാതെ വേറെ ഏത് കേസിനാണ് കൊടുക്കേണ്ടത് ക്യാപിറ്റൽ പണിഷ്മെന്റ്? ഇത് റയറസ്റ്റ് ഓഫ് റയർ കേസ് തന്നെയാണ്. കാരണം ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ ശേഷം ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി ഇനി ആൾക്കാരെ കൊല്ലാനുണ്ട് എന്ന് പലരോടും പറഞ്ഞ് അങ്ങനെ സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കുത്തിക്കൊല്ലുന്ന CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പോലീസിന് തടയാൻ പറ്റിയില്ല 2025 ആ സംഭവം. എന്തായാലും ഇങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും കോടതി അത് കൊടുക്കും എന്ന് തന്നെയാണ്. കാരണം ഇതുപോലെ റയറസ്റ്റ് ആയ കേസുകളില്ല. കാരണം ഇയാൾക്ക് ഇനിയും 3-4 പേരെ കൊല്ലാനുണ്ടെന്ന് അയാൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇയാള് ജയിലിൽ നിന്ന് ഏതെങ്കിലും പരോൾ അനുവദിച്ചാൽ തന്നെ അടുത്ത കൊലപാതകം ഉറപ്പാണ്. ഇയാളുടെ മനസ്സെങ്ങനെയാണ്? ഇയാൾ അത് റിഫോം ചെയ്തെടുക്കാൻ കഴിയില്ല ആർക്കും. കാരണം അത് തുടക്കം മുതലേ നമുക്കറിയാമല്ലോ. ഇയാളെ ആ ഒരു ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ ശേഷം ഇയാൾ കുറെ നാൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പരോളിൽ ഇറങ്ങിയ ശേഷമാണ് ഇയാൾ ഈ അടുത്ത കൊലപാതകം 2 ചെയ്തത്. അപ്പൊ ഇയാൾക്കിനെ പോലെയുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും നമുക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഇന്ത്യ അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ തന്നെയും ഇതുപോലെയുള്ളവരെ നമുക്ക് തൂക്കിക്കൊന്നല്ലേ പറ്റുള്ളൂ. സമൂഹത്തിന് മുഴുവൻ ഭീഷണിയും ഭയവും. ഇയാൾ വന്നു ചേരുന്ന സ്ഥലത്ത് ചുറ്റുമുള്ള ആൾക്കാർ അവിടെ വീട് വിട്ടു പോവുകയാണ്. പലരും ഇപ്പൊ അവിടെ സാക്ഷി പറഞ്ഞവരെല്ലാം വീട് 2019 കേസിന് സാക്ഷി പറഞ്ഞവരെല്ലാം വീട് വിട്ടു പോയി കഴിഞ്ഞിരിക്കും. എന്തായാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ ഇന്ന് ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അത് പറയുന്നല്ലേ, നാളെ ആയിരിക്കും. ഇയാളെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം അങ്ങോട്ട് ജയിലിൽ സബ് ജയിലിൽ ഇട്ടിട്ട് വീണ്ടും വിധി കേൾക്കാൻ കോടതി ചിലപ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വം ഇന്ന് ഉച്ച കഴിഞ്ഞ് തന്നെ ഇത് ഇനി ഫൗണ്ട് ഗിൽറ്റി രാവിലെ പറഞ്ഞു കഴിഞ്ഞു. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ആ വിധി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്നും ചെന്താമരെ കോടതി മുറിയിൽ എത്തിക്കുമ്പോൾ യാതൊരു കൂസലുമില്ല. ജഡ്ജി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അയാൾ വളരെ യാതൊരു കൂസലുമില്ലാതെ പറയുകയാണ്, എന്നെ തൂക്കിക്കൊന്നോളൂ എന്ന്. അതായത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ അയാൾ പഠിക്കാൻ പോകുന്നില്ല, അയാൾക്ക് ഒരു പശ്ചാത്താപവും ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ആപത്താണ് ഇതുപോലൊരു പ്രതി പുറത്തിറങ്ങുന്നത്. ഇതുപോലെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സമൂഹത്തിന് മൊത്തം ആപത്തുള്ളൂ. മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ നടക്കുന്ന ഇവനെ പോലെ ഉള്ളവരെ നിന്നും സമൂഹത്തിന് ആവശ്യമില്ല, ഇന്ത്യക്ക് ആവശ്യമില്ല, കേരളത്തിന് ആവശ്യമില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കൊടുക്കണം. കാരണം ഇന്ത്യ അത് അടുത്തപ്പോഴത്തേക്ക് നിർത്തി വന്നെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഇനി നടപ്പാക്കിയല്ലേ പറ്റുള്ളൂ. കാരണം ഇനി ഇയാൾ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, പരോളിൽ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 3-4 കൊലപാതകം കൂടെ ചെയ്തിട്ട്, കാരണം അത് എൻജോയ് ചെയ്യാണ്. ആളെ കൊല്ലുന്ന ബ്രൂട്ടലായിട്ട് ഇതുപോലെ ചെയ്യുന്നില്ല, അയാൾ എൻജോയ് ചെയ്യാണ്. എന്നിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഒരു മനസ്താവും അയാൾക്കില്ല, മനസ്താവും വരാനും പോകുന്നില്ല, അയാൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. അയാളുടെ എയിം ഇനി 3-4 പേരുടെ കൊല്ലും എന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് വീണ്ടും കൊലപാതകം ഉണ്ടാവും. പരോളിൽ ഒരു ദിവസം വന്നാൽ ആ ഒരു ദിവസം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന ആളെ അവൻ കൊന്നിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.